നവസുവിശേഷവൽക്കരണ മുന്നേറ്റങ്ങളിൽ ധീരതയോടെ പങ്കുചേരുന്ന യുവവൈദികരുടെ അനുഭവങ്ങളിലൂടെയുള്ള ജോഷുവ എന്ന ഈ പ്രോഗ്രാമിന്റെ സഞ്ചാരം ഇന്ന് കടന്നു ചെല്ലുന്നത് തൃശൂർ പനമുക്ക് കാണിക്കമാത ഇടവകയിലെ വികാരിയുടെ അടുത്തേക്കാണ്. ഇത് ഫാദർ ജെയ്സൺ മാറോക്കി. വടക്കേ ഇന്ത്യയിലെ വിവിധ മിഷൻ സ്റ്റേഷനുകളിലേക്ക് അനേകരെ ദൈവരാജ്യവേലയ്ക്കായി ഒരുക്കിവിടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഈ വൈദികൻ രൂപം നൽകിയിരിക്കുന്നു. മിഷണറിമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണയ്ക്കുവാനും ഇവരുടെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുഴുവൻ സമയം നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമായി ഇവർ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. മിഷൻ ദേശങ്ങളിൽ ഉള്ളവരെ സഹായിക്കുവാനും അവിടെയുള്ള വിശ്വാസികളെ കേരളത്തിലെ തിരുസഭയെ പരിചയപ്പെടുത്തുവാനും ഉതകുന്ന തരത്തിൽ വിവിധ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ മിഷൻ ഫെലോഷിപ്പ് മിനിസ്ട്രി ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. നവസുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പുത്തൻ ശുശ്രൂഷകളുമായി ദൈവരാജ്യ വയലിൽ വ്യാപരിക്കുന്ന ജെയ്സൺ അച്ഛൻ തന്നെ വഴി നടത്തുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജെയ്സൺ അച്ഛ, ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശൂർ രൂപതയിലെ ഒരു ഇടവക വികാരിയായ അച്ഛൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ ഹൃദ്യമായിരുന്നു, വളരെ പ്രചോദനാത്മകമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ ദൈവവിളി സ്വീകരിച്ച സാഹചര്യവും സെമിനാരി കാലഘട്ടത്തിൽ അച്ഛനെ ഒരു വൊക്കേഷൻ ഡിസൈൻമെൻറ്റിൽ ഒരു കൺഫ്യൂഷനിൽ അച്ഛൻ ഒരു മാസം വീട്ടിൽ തിരിച്ചുപോയി. പ്രാർത്ഥനയിൽ ദൈവം വീണ്ടും അച്ഛനെ ആഴപ്പെടുത്തുകയും പൂർണ്ണ ബോധ്യത്തോടെ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ സെമിനാരി തിരിച്ചു വന്ന മേജർ സെമിനാരി ഫോർമേഷൻ തുടരുകയൊക്കെ ചെയ്ത ആ ഒരു അനുഭവവും വൈദികനായതിനു ശേഷവും അച്ഛൻ പറഞ്ഞ ആ ഒരു പരാമർശം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഇത് ആദ്യത്തെ ബലിയായി കണ്ടുകൊണ്ടും അവസാനത്തെ ബലിയായി കണ്ടുകൊണ്ടും അർപ്പിക്കാനുള്ള ആ ഒരു ബോധ്യവും തീക്ഷ്ണതയൊക്കെ ഏറെ പേർക്ക് പ്രചോദനം തന്ന അനുഭവമാണ്. അച്ഛൻ അവസാനം പറഞ്ഞു നിർത്തിയത് ആ പഞ്ചാബിലുണ്ടായിരുന്ന ആ മിഷൻ്റെ ഒരു സപ്പോർട്ട് രൂപതയ്ക്ക് തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രൂപതയുടെ അനുവാദത്തോടു കൂടി തന്നെ അച്ഛൻ ഒരു അൽമായ പിന്തുണയോടുകൂടി അത് തുടങ്ങിയതിനെക്കുറിച്ച് അതിനുവേണ്ടി അച്ഛൻ ഒരു സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്തു. അച്ഛൻ എന്താണ് അതൊന്ന് പറയാമോ വെച്ചാൽ? അതായത് ഞാൻ മുതുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പഞ്ചാബിലെ. അവിടെ ചെന്ന് ഇത് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്നത്, തൃശ്ശൂർ രൂപത ആ മിഷൻ മുന്നോട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഒരു എത്തുംപിടുത്തം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പലരോടും ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വന്നോളൂ, ഇവിടുന്ന് പെട്ടെന്ന് കെട്ടിപ്പെറുക്കി പോരാൻ പറ്റില്ല. കാരണം തുടങ്ങി ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ടുള്ളൂ. ആളുകൾ പലരും വരാൻ തുടങ്ങിയ ഒരു അവസരമാണ്. പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല ഒരു മിഷൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റു പലർക്കും അതൊരു പിന്നാക്കം വലിക്കാനുള്ള ഒരു കാരണമായി തീരും. ഒരു മിഷൻ തുടങ്ങി പെട്ടെന്ന് തിരിച്ചു പോരുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആത്മാർ വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇനി ഇങ്ങോട്ട് മിഷന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഇത് ഇങ്ങനെ ഒരു തടസ്സം നേരിടുന്നത്. പലരോടും ചോദിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പ്രാർത്ഥനയിലൂടെ ഒരാഴ്ച ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രചോദനം തന്നു. അങ്ങനെ ഞാൻ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് ഒരു നേരം ഉപവാസം എടുത്ത് ദേവാലയത്തിൽ ഒരാഴ്ച പ്രാർത്ഥിച്ചു. ഓരോ ദിവസം പ്രാർത്ഥിക്കും, കർത്താവ് എന്താ ബ്ലാങ്കാണ്, ഒന്നുമില്ല. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് ഒന്നുമില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ കർത്താവ് ഒരു വചനം നൽകുകയാണ്. അത് ഫിലിപ്പി 1:5. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചന കേട്ടോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ശരീരം മുഴുവൻ കോരിത്തിരിക്കാൻ തുടങ്ങി. കാരണം കർത്താവ് പറയുന്നത് സുവിശേഷ പ്രചാരണത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരുപാട് പേരെ യോജിപ്പിച്ചു തരണമെന്നും ഈ കൂട്ടായ്മയിൽ സുവിശേഷ പ്രചാരണം ആരംഭിക്കാനാണ്. ഇനി നമ്മൾ രൂപതയെ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ അൽമായരുടെ കൂട്ടായ്മയെ കൂടുതൽ ഉപയോഗിച്ച് ഇതിന് മുന്നോട്ട് വളർത്താനാണ്. ഉടനെ തന്നെ ഞാൻ അന്ന് എന്നെ സഹായിച്ചുകൊണ്ട് ജെയിംസ് ഏട്ടനെ വിളിച്ചു. അതുപോലെ സിൽവസ്റ്റർ, അങ്ങനെ 1-2 അൽമായർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛനൊന്നും നോക്കണ്ട, ഇതിനെല്ലാ കാര്യങ്ങളും സാമ്പത്തികമാണോ, എന്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥലം വാങ്ങിക്കണോ, എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നോളാം, സഹായിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും
ഒരു കൂട്ടായ്മ ഇതിനു വേണ്ടി സുവിശേഷ പ്രചാരണത്തിൻ്റെ മിഷൻ ഒരു കൂട്ടായ്മ അൽമായരുടെ രൂപീകരിക്കാനായിട്ട് അപ്പോൾ ഒരു ചിന്ത വന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് ഒരു ആവശ്യത്തിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി. അങ്ങനെയാണ് ഈ ഒരു വചനത്തിൽ നിന്നാണ് സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നത്. ഈ കൂട്ടായ്മയാണ് പിന്നീട് ഫെലോഷിപ്പ് ആയി രൂപപ്പെടുന്നത്, പിന്നെ ഫെലോഷിപ്പ് മിനിസ്ട്രി ആയി. അപ്പോൾ ഇതിലെ ഈ മിഷന് വേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അത് ഒരു ട്രസ്റ്റായിട്ട് ഞങ്ങൾ രൂപപ്പെടുത്തി. ലീഗൽ രജിസ്ട്രേഷൻ പിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടെ തന്നെ ഒരു ലീഗൽ രജിസ്ട്രേഷൻ നടത്തി ട്രസ്റ്റായിട്ട് രൂപപ്പെടുത്തി. അപ്പോൾ അന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അച്ഛൻ ഇതിൻ്റെ ഡയറക്ടറാവണം. ഞാൻ പറഞ്ഞു, അച്ഛന്മാർ ആത്മീയമായിട്ട് ഉപദേശം കൊടുത്താൽ മതി, അൽമായർ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരണം. അങ്ങനെ അൽമായരുടെ പൂർണ്ണമായ നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് നടക്കുന്നത്. ഇതിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് മാത്രമാണ് ഞാൻ. അപ്പോൾ എല്ലാം അൽമായരാണ് മുന്നോട്ട് നയിക്കുന്നത്, എല്ലാം ഓടി നടക്കുന്നതും അൽമായരാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും. അങ്ങനെയാണ് ഈ ഫെലോഷിപ്പ് മിനിസ്ട്രി രൂപീകരിക്കുന്നത്. അങ്ങനെ മിനിസ്ട്രി രൂപീകരിച്ചു. ആ മിനിസ്ട്രി തന്നെ പഞ്ചാബിൽ ഒരു 5-6 മാസത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തു. ഇവരുടെ സാമ്പത്തികം മാത്രം, വേറെ ഒരു സ്ഥലത്തൊന്നും ഇല്ല. സാമ്പത്തികമായാലും ഇവരെ ഇടയ്ക്ക് വരും, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ 3000 കിലോമീറ്റർ അകലെയാണ് കേരളത്തിൽ നിന്ന്. ബോർഡറിൽ പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളൂ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അവിടേക്ക് ഇവർ വരും. ഇവർ വന്ന് അവിടെ ഇരുന്ന് ഒരാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. ഒരു ടീം പോയി, അടുത്ത ടീം വരും. അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ഇവർ ചെയ്തു. അപ്പോൾ അത് വലിയ പ്രചോദനമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരേണ്ട ഒരവസ്ഥ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെയാണ്, ഈ ഒരു ഗ്രൂപ്പാണ് പറഞ്ഞത്, നമുക്ക് ഭാരതം മുഴുവനിലേക്കും യേശുവിനെ കൊണ്ടുകൊടുക്കാനായിട്ടുള്ള സുവിശേഷ പ്രചാരണത്തിൻ്റെ ദൗത്യം നമ്മൾ തുടങ്ങണം, ഈ കൂട്ടായ്മയിലൂടെ നടക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം നമ്മുടെ ആലഞ്ചേരി പിതാവിനെ കാണാനായിട്ടിടയായി. കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് അല്ലേ? മേജർ ആർച്ച് ബിഷപ്പിനെ കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് പിതാവിനെ കാണുന്നത്. പിതാവ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ പിതാവ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ നല്ലൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്, ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മിഷൻ പ്രവർത്തനങ്ങൾ ഏരിയകളിലേക്ക് നിങ്ങൾ കൊണ്ടു ചെല്ലണം. എല്ലാ സ്ഥലത്തേക്കും, പ്രത്യേകിച്ച് സീറോ മലബാറിൻ്റെ മിഷൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആദ്യം അവിടെ ആരംഭിക്കണം, അത് കഴിഞ്ഞ് മറ്റുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ളൊരാശയമാണ് പിതാവ് എന്ന് പറയുന്നത്. അത് പിതാവിൻ്റെ വലിയൊരു പ്രചോദനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ സീറോ മലബാറിൻ്റെ തന്നെ മിഷൻ ഡയസിസ് ആയിട്ടുള്ള അദിലാബാദിൽ തുടങ്ങാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അദിലാബാദ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം കിട്ടുന്ന ഫോൺ വിളിച്ച് ആദ്യം കിട്ടുന്ന ബിഷപ്പ് ആരാണോ അവരുടെ അവിടെ തുടങ്ങാം ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പിതാവിൻ്റെ നമ്പർ തപ്പിയെടുത്ത് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസ് പിതാവ് അതെടുത്തു. പ്രിൻസ് പിതാവിനോട് പറഞ്ഞു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, നമുക്ക് അവിടെ അൽമായർ അവിടെ വന്ന് ഒരു തൃശ്ശൂർകാരനാണ്, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പിതാവായിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അതെ, ആദിലാബാദ് എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിൽ. അപ്പോൾ അങ്ങനെ ഇത് ആരംഭിക്കാനായിട്ട്, ഈ ഒരു നിത്യാരാധന കേന്ദ്രം ആരംഭിക്കാനായിട്ട് ഞങ്ങളവിടെ അനുവാദം ചോദിക്കണം. അപ്പോൾ പിതാവ് വളരെ സന്തോഷത്തോടുകൂടെ, പിതാവ് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ വന്ന് നിങ്ങളത് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അദിലാബാദിലാണ് ആദ്യത്തെ ആരംഭിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു നിത്യാരാധന കേന്ദ്രം, പിന്നെ ആളുകൾ നിത്യാരാധന കേന്ദ്രത്തിൽ ഇരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ പുതിയ സെൻ്ററുകൾ തുറക്കുന്നത്. ഞാൻ അച്ഛൻ പുതിയ സെൻ്ററിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അദിലാബാദിൽ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ നിത്യാരാധന കേന്ദ്രം എന്ന് പറയുന്നത് ഇത് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിന് സ്ഥിരമായി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ബോധ്യത്തോടു കൂടി മധ്യസ്ഥ പ്രാർത്ഥന ഒരു ഇതായി സ്വീകരിച്ച ആളുകൾ വേണം. അങ്ങനെ ആളുകളെ കിട്ടും? ഈ ആളുകളുടെ അന്നേരം നമ്മുടെ ഈ മിനിസ്ട്രി അവരെ സപ്പോർട്ട് ചെയ്യുമോ? എങ്ങനെയാ അച്ഛാ? അത് ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം അച്ഛൻ ഒരുമിച്ച് പറയാം. എന്താണ് നിങ്ങളൊരു രൂപതയിൽ പോയി ഒരു നിത്യാരാധന വെച്ച് തുടങ്ങാനുള്ള ഒരു താല്പര്യം എന്താ? വേറെ എന്തെല്ലാം വഴി തുടങ്ങാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പ്രോഗ്രാം നടത്താം, അവിടുത്തെ അനുവാദത്തോടുകൂടി ഒരു വില്ലേജിൽ പോയി പ്രോഗ്രാം നടത്താം. പക്ഷെ അതിലുപരി നിങ്ങൾ ഒരു നിത്യാരാധന ചാപ്പൽ തുടങ്ങി മിഷൻ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താ? അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അതായത് എങ്ങനെയാണ് ഈ അൽമായർ ശരിക്കും കുടുംബസ്ഥരാണ്, കുടുംബനാഥന്മാരാണ് നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പോൾ ഈ കാര്യം ഞാൻ അതിരൂപതയുടെ തന്നെ ഒരു ധ്യാന കേന്ദ്രം, നാബ ധ്യാന കേന്ദ്രം, അവിടെ പ്രീച്ചേഴ്സ് മിനിസ്ട്രി അവിടെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, മിഷനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അച്ഛൻ ചെയ്യുന്ന മിഷൻ എന്താണ്, അതിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. നമ്മൾ അൽമായർ പോയി പ്രാർത്ഥിക്കാൻ മിഷൻ പ്രവർത്തനത്തിൻ്റെ കടന്നു ചെല്ലണം. അപ്പോൾ വന്നൊരു ചോദ്യമാണ്, അപ്പോൾ കുടുംബക്കാരെ ആര് നോക്കും? അത് കഴിഞ്ഞ് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അന്ന് പ്രീച്ചേഴ്സ് മിനിസ്ട്രിയുടെ കൺവീനറായിരുന്ന ഒരു ജെയിംസ് വടക്കൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ആരൊക്കെ ഈ ഒരു മിഷന് വേണ്ടി പോകുന്നു അവരുടെ കുടുംബത്തിൻ്റെ സകല ചെലവുകളും ഞങ്ങൾ ഏറ്റെടുത്തോളാം. അപ്പോൾ വേറൊരാൾ ഞാൻ അവർക്ക് ആവശ്യമായ പച്ചക്കറി ഞാൻ കൊടുത്തോളാം, വേറെ ആൾ പലചരക്ക് സാധനങ്ങൾ ഞാൻ കൊടുത്തോളാം, വേറെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ദശാംശം ഞങ്ങൾ നീക്കി വെച്ചോളാം. ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര പ്രചോദനമായി ആൾക്കാർക്ക്. അപ്പോൾ പലരും ഇപ്പോൾ ജോലി ലീവ് എടുത്ത് വന്നവരുണ്ട്, ഉപേക്ഷിച്ച് വന്നവരുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഞങ്ങളിലേക്ക് കടന്നു വന്നത്, അവൻ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവൻ രാജിവെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ വേറൊരു വ്യക്തി പള്ളിയുടെ കപ്പിയാരായിരുന്ന വ്യക്തി വന്നിട്ടുണ്ട്. അവളിപ്പോഴും സാഗറിൽ ഇരിക്കുന്നുണ്ട്, ഫ്രാൻസിസ് ചേട്ടൻ. അദ്ദേഹം ആ ജോലി അവിടുന്ന് ഒരു വർഷത്തേക്ക് ലീവ് എടുത്ത് ഇവിടെ മിഷന് വേണ്ടി വന്നു. അപ്പോൾ അവരുടെ കുടുംബത്തെ നമ്മൾ ഏറ്റവും നന്നായിട്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മാക്സിമം നന്നായിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ അൽമായർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ അതിന് ഒരു പ്രചോദനം തന്നത് നമ്മുടെ ക്രിസ്റ്റീൻ്റെ കോർഡിനേറ്ററായ നമ്മുടെ സന്തോഷ് ബ്രദറാണ്. സന്തോഷ് ബ്രദർ പറഞ്ഞു, എത്രയോ പേര് ഗൾഫിലേക്ക് പോകുന്നു, അപ്പോൾ അവരുടെ കുടുംബം ജീവിക്കണില്ലേ? അപ്പോൾ ഇതുപോലെ മിഷന് പോകുന്നവരെ കുടുംബങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആൽമായർ ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് നിത്യാരാധനാ കേന്ദ്രം? സത്യം ഞാൻ പറഞ്ഞു, നമുക്ക് മിഷനിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ ഒരു ദൈവാനുഭവം കിട്ടിയതിൻ്റെ പേരിൽ, ഒരു വലിയൊരു പ്രചോദനം കിട്ടിയതിൻ്റെ പേരിലാണ് ഈ മിഷന് പോകുന്നത്. അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഭാഷ അറിയില്ല, സാഹചര്യം വേറെയാണ്. അപ്പോൾ ഈ ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം പ്രാർത്ഥനയാണ് എന്നൊരു തിരിച്ചറിവാണ് ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് നമ്മൾ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷന് വേണ്ടി. ഞങ്ങൾ അദിലാബാദിൽ ചെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി. ആദ്യം ഞങ്ങളുടെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 പേരാണ്, മാറി മാറി അവരിയ്ക്കും, അങ്ങനെ ആരാധന നടത്തിക്കൊണ്ട്. പിന്നീട് ആൾക്കാർ വരാൻ തുടങ്ങി, അവർ ഓരോ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഈ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതൊക്കെ കർത്താവ് അപ്പോൾ നടത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണവർ പറഞ്ഞു, ഇതൊന്നും നമുക്കൊന്ന് പറയണം, അവിടെ എന്താണ് ഇങ്ങനെ രോഗശാന്തി കിട്ടിയത് പറയണം. അങ്ങനെ അവർ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ഇത് സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് കേട്ടു. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവർ കൊണ്ടുവന്നു. ഞങ്ങളവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളൂ, കർത്താവ് അതിലേക്ക് ആൾക്കാർ. ഇപ്പോൾ 6-7 പേരാണ് അവിടെ രാവിലെ കുർബാനയ്ക്ക്, ഇടദിവസത്തെ കുർബാനയ്ക്ക് വന്നിരുന്നത്. അത് 30, 40, 50 വരേക്ക്. ഉച്ചതിരിഞ്ഞിട്ട് നല്ലൊരു സംഘം ആൾക്കാർ അവിടേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി, അവരുടെ രോഗങ്ങൾ സുഖപ്പെടാൻ തുടങ്ങി, അവരുടെ കടബാധ്യത മാറാൻ തുടങ്ങി, അവരുടെ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. ഇത് അവർ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അത് വലിയൊരു മിഷൻ പ്രവർത്തനമായി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞാനും കുറച്ച് ആൾമാരും കൂടി അവരെ സന്ദർശിക്കാൻ പോയിരുന്നു ഒരു അവസരം. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു മറ്റൊരു പ്രചോദനമാണ്, സന്ദേശമാണ് മാസാദി വെള്ളിയാഴ്ച അവിടെ ഒരു ഏകദിനം ആരംഭിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു, പിതാവ് നമുക്ക് മാസാദി വെള്ളിയാഴ്ച ഇവിടെ ഏകദിനം ആരംഭിക്കണം, അതിൻ്റെ എല്ലാ ചിലവുകളും ഞങ്ങൾ വന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അത് ആരംഭിച്ചു. ഈ ജൂണിലാണ് അത് ആരംഭിച്ചത്. ആദ്യത്തിൽ തന്നെ പിതാവ് പറഞ്ഞു 300-ലധികം പേര് അതിൽ പങ്കെടുത്തുന്നു. ഒരു ഇടദിവസം വെള്ളിയാഴ്ച ഒരു രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെ 300ഓളം പേര് തുടക്കത്തിൽ വന്നു. ഇതിൻ്റെ വിജയം കണ്ടപ്പോൾ പിതാവ് നമുക്കൊരു കൺവെൻഷൻ ഇവിടെ നടത്തണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പിതാവ് ധൈര്യമായിട്ട് കൺവെൻഷൻ അതിൻ്റെ എല്ലാ ചിലവുകളും അതിൻ്റെ പ്രാർത്ഥനാ സപ്പോർട്ടുകളും എല്ലാം ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ഇപ്പോൾ ഒക്ടോബർ 8, 7, 8, 9 തീയതികളിൽ ഇപ്പോൾ ആ കൺവെൻഷൻ നടക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് എല്ലാം തരും. നമ്മൾ അവിടെ ഇടപെടൽ ആൾക്കാരുടെ അടുത്തേക്ക് കടന്ന് ചെന്ന് മിഷൻ, നമുക്ക് ഭാഷ അറിയില്ല, ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ വലിയൊരു മിഷൻ പ്രവർത്തനമായിരുന്നു. അവിടേക്ക് ആളുകൾ ഒഴുകി വരികയാണ്. അല്ല, എനിക്ക് തോന്നുന്നു എന്തൊരു വളരെ മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഭാഷയില്ലെങ്കിലും ഒരു പ്രത്യേക വൈഭവവും കഴിവൊന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് മിഷണറി ആയി പോയി ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ് തമ്പുരാൻ്റെ മുമ്പിൽ ആ ദേശത്തിന് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുക, കൈവിരിച്ച് പിടിക്കുക എന്ന് പറയുന്നത്. അത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അത് വളരെ എനിക്ക് തോന്നുന്നത് ഇത് എത്രയോ സാധ്യമായ, എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, പക്ഷെ ഒരു
വലിയൊരു കാര്യമാണ് ഇത്. ഇതിൻ്റെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വർഷം മിഷൻ അവിടെ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ ട്രെയിൻ ചെയ്യണം, എന്നിട്ട് അവരിലൂടെ കണ്ടിന്യൂ ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതാണല്ലോ ഒരു മിഷണറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു 20ഓളം യൂത്ത് അവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ ഈ മധ്യസ്ഥപ്രാർത്ഥന. അവർ മാറി മാറിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ആവശ്യത്തിന് അതിലിരിക്കുന്ന ഒരാൾക്ക് വീട്ടിലെ ഒരു അപ്പൻ്റെ അസുഖം ഉണ്ടായി വരേണ്ട വന്നു. അപ്പോൾ പകരം ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ആളെ വിടാൻ കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് മാറി മാറിയിരിക്കുന്നത്. അപ്പോൾ യൂത്ത് ധാരാളമായി വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ യൂത്ത് കയറി വന്ന് അവർ മാറി മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അവർ പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾ ചെന്നില്ലെങ്കിലും ഈ ആരാധന കണ്ടിന്യൂ ചെയ്യപ്പെടും. അതാണ് ശരിയായ ഒരു മിഷൻ പ്ലാന്റിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന് വിട്ടുകൊടുത്ത് ഈശോ പറയുന്നത് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. ആ ഒരു സംഭവം നമുക്ക് നേരിട്ട് കാണുന്നത്. നമ്മൾ വെറുതെ മിഷന് വേണ്ടി അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവ് മിഷൻ നടത്തുന്നു. ശരിക്കും കർത്താവാണ് മിഷൻ നടത്തുന്നത്, നമ്മളല്ല. ഞാൻ ഈ ആദിലാബാദിലെ തന്നെ മറ്റൊരു കാര്യം അച്ഛൻ നമ്മൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഒരുപക്ഷെ നിങ്ങൾ ഈ വില്ലേജിൽ ഗ്രാമങ്ങളിലൊക്കെ പിതാവും ഒക്കെ നമ്മുടെ ആദിലാബാദിലെ പിതാവൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും എന്ന് പറയുന്നൊരു സാഹചര്യം കൂടി അച്ഛൻ പരാമർശിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി തോന്നിയത് ഞങ്ങൾ ഈ ആദിലാബാദായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഭയങ്കര വലിയൊരു തീഷ്ണതയുള്ള ഒരു മനുഷ്യനാണ് അവിടുത്തെ പിതാവെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു സുവിശേഷവൽക്കരണത്തിനോടുള്ള താല്പര്യം അതിൻ്റെ ഏഴയലത്ത് പോലും ഞങ്ങളെത്തിയിട്ടില്ല. അത്രമാത്രം ഒരു സുവിശേഷവൽക്കരണ താല്പര്യമാണ്. ആള് ബിഷപ്പാകുന്നതിന് മുമ്പ് തന്നെ ഓരോ ഗ്രാമങ്ങളിലും പോയി ഇങ്ങനെ മൈക്ക് വെച്ച് അവിടെ ആളുകൾ ഒരുമിച്ച് കൂട്ടി സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നു, യേശുവിനെ അറിയിക്കാൻ. ബിഷപ്പായി കഴിഞ്ഞപ്പോൾ അത് കുറേ കൂടി സംഘടിതമായിട്ട് നടത്താൻ. അപ്പോൾ ആളുടെ ബിഷപ്പിൻ്റെ വണ്ടിയിൽ തന്നെ 2 ബോക്സൊക്കെ വെച്ച് ജനറേറ്റർ, ലൈറ്റ്, സൗണ്ട് സിസ്റ്റം എല്ലാം കൊണ്ടാണ് പിതാവ് സന്ദർശനത്തിന് പോകുന്നത്. അങ്ങനെ ഓരോ വില്ലേജിലേക്കും പോകും. പകൽ സമയം അവിടെ സന്ദർശനം നടത്തും, വൈകുന്നേരം സുവിശേഷ പ്രഘോഷണം, എന്നിട്ട് അവരുടെ വീടുകളിൽ തന്നെ താമസിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിനിസ്ട്രി കണ്ടപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി പിതാവ് പോകുന്ന സ്ഥലത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ഈ നിത്യാരാധന കേന്ദ്രങ്ങളെല്ലാം പകൽ മാത്രമുള്ള ആരാധന, അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ പിതാവിൻ്റെ കൂടെ പോകാൻ പറ്റുന്നത് പിതാവിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ പിതാവ് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കും. അപ്പോൾ ആ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വഴി പിതാവ് പറയായിരുന്നു, നമ്മൾ പ്രസംഗിക്കുന്നതിന് കൂടുതലൊരു അഭിഷേകം വരുന്നു, ആളുകൾക്ക് കൂടുതലൊരു ഉണർവ് വരുന്നു, കൂടുതൽ ആളുകൾ ഈശോയുടെ വചനം കേൾക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവരുടെ മിനിസ്ട്രി തന്നെ വളരെയധികം പവർഫുൾ ആക്കാനായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിക്കും. അച്ഛൻ ഇപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ആരാധനയും അതുപോലെ പിതാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതുപോലെ അവിടുത്തെ ഒരു തീക്ഷ്ണതയോടെയുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴുണ്ടാകുന്ന വലിയ അത്ഭുതങ്ങൾ, മാറ്റങ്ങളൊക്കെ പറഞ്ഞു. മറ്റ് എന്തെങ്കിലും കൂടി അച്ഛന് അവിടെ നടക്കുന്ന മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഈ ഒരു ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടി അച്ഛന് പറയാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മിഷനെ പരിചയപ്പെടുത്തുക, അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുപോലെ മിഷനുള്ള ആളുകളെ മാതൃസഭയെ പരിചയപ്പെടുത്തുക. ഇവിടെ നിന്നുള്ള മിഷണറിമാരാണല്ലോ അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് 2 മാസത്തിൽ ഒരിക്കൽ ഇവിടെ നിന്ന് ആളുകളെ ഒരാഴ്ചത്തെ മിഷൻ അനുഭവത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ 3 ബാച്ച് ഇപ്പോൾ പോയി കഴിഞ്ഞു. ഇനി അടുത്ത ഒക്ടോബറിൽ ഇനി 25 പേര് പോകാൻ നിൽക്കുന്നു മിഷൻ അനുഭവത്തിന് വേണ്ടി. ഈ മിഷൻ അനുഭവം അവിടെ ചെന്ന് കാണുമ്പോഴാണ് എന്താണ് മിഷനിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ നേരിട്ട് വന്ന് കാണുക എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞല്ലോ ശിഷ്യന്മാരോട്, വന്ന് കാണുക, കമ്മൻസി. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്നവരെല്ലാം ഞാൻ കാണുന്നത് പിന്നെ ഈ മിനിസ്ട്രിയുടെ സജീവ പ്രവർത്തകരായിട്ട് മാറുന്നത് അവരാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ആളുകളെ നമ്മൾ അവിടെ കൊണ്ടുപോകുന്നു, മിഷനെ പരിചയപ്പെടുത്തുന്നു, അവിടെ അവരുടെ കൂടെ താമസിപ്പിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു മിഷൻ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികളെന്നാണ്. അപ്പോൾ ഇവിടുന്ന് ആളുകൾ വരുന്നുണ്ട്, ഇവിടുത്തെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ അവർക്ക് വലിയ ഒരു അഭിമാനബോധം, ക്രൈസ്തവരായതിൽ ഒരു അഭിമാനബോധം, നമ്മൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തെലുങ്കിൽ ഡിവൈനിൽ ധ്യാനം നടക്കുന്നുണ്ട്, അവിടെ ഒരാഴ്ച ധ്യാനത്തിൽ സംബന്ധിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ക്രൈസ്തവ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങളും എല്ലാം സന്ദർശിക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ അവരെ താമസിപ്പിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം
ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിലെ ഒരു മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിലും കൂടി അവരെ പങ്കെടുപ്പിച്ചിട്ട് ആണ് ആ നാട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ വലിയൊരു തീക്ഷ്ണതയോടു കൂടിയാണ് അവർ കടന്നു ചെല്ലുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ ചെറിയ ഒരു ഇത് മാത്രമല്ല, ചെറിയ ന്യൂനപക്ഷമല്ല, നമ്മളെ സഹായിക്കാനും നമ്മളെ സ്നേഹിക്കാനും വേറൊരു കുടുംബം, വലിയൊരു സമൂഹം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് അച്ഛൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛനൊരു രൂപത അല്ലെങ്കിൽ ഇടവക വൈദികനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. അത് തീർച്ചയായിട്ടും അച്ഛനെ ഇങ്ങനത്തെ ഒരു മിഷന് വേണ്ടിയുള്ള ഈ അൽമായ ഒരു മുന്നേറ്റം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ഇന്നത്തെ ഒരു പാസ്റ്ററൽ ഒരു ഉത്തരവാദിത്വത്തെയും ഈ മിഷൻ എക്സ്പീരിയൻസ് സഹായിക്കുന്നില്ലേ? ഒരു ഇടവക വൈദികൻ എന്ന നിലയിൽ അച്ഛന് ഇത് എങ്ങനെ തോന്നുന്നു? സത്യത്തിൽ ഈ മിഷൻ ഒരു അനുഭവം കഴിഞ്ഞു വന്നപ്പോൾ എനിക്കുണ്ടായൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചാർജ് എടുത്തിരിക്കുന്ന ഇടവകയിൽ ഞാൻ വീട് സന്ദർശനം ആരംഭിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് എല്ലാ വീടുകളും സന്ദർശിച്ചുകൂടാ, അക്രൈസ്തവ വീടുകൾ വരെ സന്ദർശിച്ചുകൂടാ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. ഞാൻ വീട് സന്ദർശനം നടത്താറുണ്ട്, പക്ഷേ ഇടവക്കാരുടെ വീട്ടിൽ മാത്രമേ പോകാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ അക്രൈസ്തവരുടെ വീടുകളിലേക്ക്, അവരും ദൈവമക്കളല്ലേ, അവർക്കും യേശുവിനെ കിട്ടേണ്ടത് അവരുടെ അവകാശമാണ്. നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ മൂടി വയ്ക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മുടെ വല്യച്ഛന്മാർ എല്ലാവരും പോകുമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ വലിയ അനുഭവങ്ങളാണ്. ഞാൻ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അച്ഛൻ വരുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷം. അപ്പോൾ പരമാവധി അക്രൈസ്തവ വീടുകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എനിക്ക് ആ മിഷൻ എല്ലാവരും ഒരു തുറവിയുള്ള ഒരു മനോഭാവം സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതസ്ഥരുള്ളവരോടും ഒരു സ്നേഹം കടന്നു വരാനായിട്ട് ഈ ഒരു മിഷൻ അനുഭവം എന്നെ സഹായിച്ചു. അച്ഛാ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് ചോദിക്കാറുള്ളത്, നമ്മുടെ പ്രേക്ഷകരിൽ ധാരാളം ആളുകൾ, തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ളവർ സാധാരണ ആളുകളായിരിക്കാം, കത്തോലിക്കരായിട്ടുള്ള സാധാരണ കത്തോലിക്ക വിശ്വാസികളാണ്. ഇത്രയും ഈ ഒരു മിഷണറി സാധ്യതകൾ അല്ലെങ്കിൽ ഇത്ര ഒരു വലിയൊരു മിഷൻ ഇതിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ സുവിശേഷ തീഷ്ണതയെ പ്രതി, ഉത്തരവാദിത്തത്തെ പ്രതി ഈ ഒരു മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ ഇവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അതായത് മിഷൻ എന്ന് പറയുന്നത്, നമ്മൾ മിഷൻ സൺഡേയിൽ ഒരു കവർ കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് ലാലം വിളിച്ച പൈസ അയച്ചു കൊടുത്തു, ആ ഒരു മനോഭാവം നമ്മൾ മാറ്റണം. മിഷൻ നമ്മുടേത് കൂടിയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ മിഷൻ എങ്ങനെയൊക്കെ, അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും മിഷനറിമാർ ചെയ്യുന്നവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിഷനെ നമുക്ക് പലതരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രാർത്ഥന കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആ മിഷൻ കേന്ദ്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് ഇങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങളോട് എങ്ങനെ മിഷനെ സഹായിക്കാൻ സാധിക്കും. അതാണ് ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധാരണക്കാരന് മിഷനിൽ ഭാഗമായി തീരാൻ പറ്റും, ആ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിക്കും മിഷനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും, മിഷനറിമാരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അവരെ സ്നേഹിക്കാൻ സാധിക്കും, അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ക്രിസ്ത്യാനും ഒരു മിഷനറിയായി മാറണം. അപ്പോഴാണ് ആ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഈശോ നൽകിയിരിക്കുന്ന ഒരു സന്ദേശം അതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അത് പൂർണ്ണമാകുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത്. മിഷൻ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അച്ഛാ, ഓരോ ക്രിസ്ത്യാനിയും ഒരു മിഷണറി ആവണമെന്നും അല്ലെങ്കിൽ നമ്മളെല്ലാവരും എവിടെയായിരുന്നാലും മിഷൻ ചെയ്യണമെന്നൊക്കെ ഇതിനു മുമ്പും ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അത് പറയുക മാത്രമല്ല, അച്ഛൻ്റെ ഈ ഒരു വലിയ ജീവിത മാതൃകയിലൂടെ അച്ഛൻ്റെ ഉള്ളിൽ ദൈവം തന്ന ചെറിയൊരു പ്രചോദനത്തെ അച്ഛൻ ദൈവാശ്രയത്വത്തോടു കൂടി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അതൊരു വലിയൊരു ഇനിഷ്യേറ്റീവായി മാറി. ഇന്നൊരു ഫെലോഷിപ്പ് മിനിസ്ട്രി എന്ന പേരിൽ ഇങ്ങനൊരു മിനിസ്ട്രി രൂപപ്പെട്ടു. ഇപ്പോൾ അച്ഛൻ വെറുതെ ചെയ്യാൻ പറയുക മാത്രമല്ല, ചെയ്യുന്ന വലിയൊരു മാതൃക കൂടി അച്ഛൻ കാണിച്ചു കൊടുക്കുക. അച്ഛൻ്റെ ഒരു ദൈവാശ്രയത്വം തന്നെയാണ് അച്ഛനെ ഈ ഒരു മിഷണറി വഴിയിൽ നയിക്കുന്നതെന്ന് അച്ഛൻ്റെ പങ്കുവെക്കൽ 2 എപ്പിസോഡിലെയും പങ്കുവെക്കലുകളിൽ നിന്ന് വളരെ ക്ലിയറാണ്. ഒരുപക്ഷെ വൈദിക പരിശീലനം നിർത്തി പോകേണ്ടി വരുമോ എന്നൊരു സാഹചര്യത്തിൽ പോലും പകച്ചു പോവാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ തന്ന ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അച്ഛൻ മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ആദിലാബാദിലും അല്ലെങ്കിൽ ജലന്ധറിലും ഇന്ന് സാഗറിലും ഇനി എത്രയോ രൂപതകളിൽ വരാനിരിക്കുന്നു, എത്രയോ പ്രദേശങ്ങളിൽ വരാനിരിക്കുന്നു ഈ ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് രൂപപ്പെട്ട വലിയ മിഷണറി സഹായങ്ങൾ. ദൈവം അച്ഛനെ ഇനിയും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ഈ ഒരു മുമ്പോട്ടുള്ള വൈദിക ജീവിതത്തിൽ എല്ലാ പാസ്റ്ററൽ റെസ്പോൺസിബിലിറ്റീസിനും വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ ഒരു 2 എപ്പിസോഡിലും കൂടെ ആയിരുന്നതിന് ശാലോമിൻ്റെ മുഴുവൻ പ്രേക്ഷകരുടെ പേരിലും നന്ദി. താങ്ക് യു. പുത്തൻ കാലഘട്ടത്തിനു വേണ്ട പുത്തൻ ശുശ്രൂഷകൾ, നവയുഗത്തിൻ്റെ പുത്തൻ ആശയങ്ങൾ,
ഇവയാണ് ഇന്നിൻ്റെ സഭയെ കൂടുതൽ ധന്യമാക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾക്കു നടുവിലും ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ ക്രിസ്തുവിനായി വേല ചെയ്യുന്ന മിഷണറിമാരെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പിന്തുണയ്ക്കുന്ന ഇവരുടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ തിരുസഭയ്ക്ക് ഏറെ ഉണർവ് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നയിക്കപ്പെടുന്ന ഈ സമൂഹം ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തി ഇവർക്ക് ബലമാകുന്നു. നവയുഗത്തിൻ്റെ തീക്ഷ്ണതയുള്ള ജോഷുവായുടെ പിന്മുറക്കാർക്ക് പ്രണാമം. സുവിശേഷം പെയ്തിറങ്ങുന്ന പെരുമഴക്കാലത്തിനായി കാത്തിരിക്കാം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല